ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പം യേശുവിൻ്റെ രക്തം നമ്മളിൽ നിന്ന് നിർജീവ പ്രവൃത്തികളെ, ജീവനില്ലാത്ത പ്രവൃത്തികളെയെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം. അതുകൊണ്ട് നമ്മളിൽ നിർജീവമായിട്ട് ജീവനില്ലാത്ത ഈ പ്രവൃത്തികൾ ഉള്ളത് എന്ന് വെച്ചാൽ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ, നമ്മെ നിത്യജീവനിലേക്ക് അടുപ്പിക്കാത്ത പ്രവൃത്തികൾ നമ്മളിലുള്ളത് നീക്കിത്തരുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് തരുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വചനത്തിൽ പറയുകയാണ്: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ നിർജീവ പ്രവൃത്തികളെ, നിർജീവമായ നമ്മുടെ ജീവിതത്തിലുള്ള സകലത്തെയും ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മൾ യേശുവിൻ്റെ രക്തത്തിൽ അഭയപ്പെട്ടുകൊണ്ട് ആ രക്തത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് യേശു ചൊരിഞ്ഞ രക്തം എന്നെ രക്ഷിപ്പാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുന്നെങ്കിൽ യേശുവിൻ്റെ ആ ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവം തമ്പുരാൻ ഈ വചനത്താൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.